പശ്ചിമ ഇന്ത്യയിലേക്ക് സേവനം വ്യാപിപ്പിച്ച് പ്രമുഖ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനമായ ICL ഫിൻകോർപ്പ് ഗോവയിൽ ICLന്റെ റീജിയണൽ ഓഫീസും 5 ബ്രാഞ്ചുകളും മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് ഉദ്ഘാടനം ചെയ്തു. NIDCCയുടെ ഹെൽപ്പ് സെന്ററിന്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. രാജ്യത്തെ പ്രമുഖ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനമായ ICL ഫിൻകോർപ്പിന്റെ സേവനം കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയാണ്. ഗോവയിലെ ജനങ്ങളുടെ ധനകാര്യ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി സംസ്ഥാനത്ത് പശ്ചിമ റീജിയണൽ ഓഫീസും പഞ്ചും, മാർഗോവ്, വാസ്കോ, മപുസപോണ്ട എന്നിവിടങ്ങളിൽ ബ്രാഞ്ചുകളും പ്രവർത്തനം ആരംഭിച്ചു. ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ICL ഫിൻകോർപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ അഡ്വക്കേറ്റ് KG അനിൽകുമാർ, ഫിൻകോർപ്പിന്റെ മുഴുവൻ സമയ ഡയറക്ടറും CEOയുമായ ഉമാ അനിൽകുമാർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ രാജശ്രീ അജിത്, CFI മാധവൻകുട്ടി തെക്കേടത്ത്, HR ഹെഡ്സാമസ് മാലിയേക്കൽ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ICL ഫിൻകോർപ്പിന്റെ ബ്രാഞ്ചുകൾ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഇപ്പോൾ NIDCCയുടെ ലെൻഡിംഗ് പാർട്ണറായിട്ട് ICL ഫിൻകോർപ്പിനെ അംഗീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വേരിയസ് പ്രൊജക്റ്റുകൾ NIDCC ICLലൂടെയാണ് ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ പ്രസൻസ് എല്ലാ സംസ്ഥാനത്തും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ICL കൾച്ചറൽ ചാരിറ്റബിൾ ആക്ടിവിറ്റിയിലൂടെ ഒരുപാട് ആളുകൾക്ക് ഇന്ന് നമ്മൾ അരിയായിട്ടും തയ്യൽ മെഷീനുകളായിട്ടും കൊടുക്കുന്നുണ്ട്. ഒപ്പം 50 അച്ഛനമ്മമാരില്ലാത്ത കുട്ടികളെ +2 കഴിയുന്നവരെയുള്ള അവരുടെ എല്ലാ വിദ്യാഭ്യാസ ചെലവുകളും ICL ഫിൻകോർപ്പ് ഏറ്റെടുക്കുകയാണ്. പ്രാദേശിക സംരംഭകർ, ചെറുകിട കച്ചവടക്കാർ എന്നിവർക്ക് സർക്കാർ പദ്ധതികളെക്കുറിച്ച് അറിയാൻ സഹായിക്കുന്ന NIDCCയുടെ ഹെൽപ്പ് ലൈൻ സെന്ററും ഉദ്ഘാടനം ചെയ്തു. ICL ഫിൻകോർപ്പിന്റെ വിശ്വാസ്യതയും രാജ്യത്തെ മുന്നോട്ട് നയിക്കാനുള്ള ബ്രാൻഡിന്റെ പ്രതിബദ്ധതയും തെളിയിക്കുന്നതാണ് NIDCCയുടെ ലെൻഡിംഗ് പാർട്ണറായി ICLനെ തിരഞ്ഞെടുത്തതെന്ന് കമ്പനി അധികൃതർ അറിയിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി 100 വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ചെലവ് ഏറ്റെടുക്കുകയും 25 സ്ത്രീകൾക്ക് തയ്യൽ മെഷീൻ വിതരണം ചെയ്യുകയും 500 റൈസ് കിറ്റുകൾ വിതരണം ചെയ്യുകയും ചെയ്തു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.